സഭ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകണം. മനുഷ്യ ശരീരം ആത്മാവിന് വസിപ്പാനുള്ള പുറം ചട്ടയാണ്. അപ്രകാരം സഭ ആത്മാവിന് വസിപ്പാനുള്ള കവചമാകണം. ആത്മപ്രവൃത്തിയില്ലാത്ത കൂട്ടം സഭയല്ല, സംഘടനയാണ്. ദൈവസ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടതാണ് സഭ. സഭ ഒരു കുടുംബമാണ്. പിതാവ് മക്കളെ സ്നേഹിക്കുന്നത് പോലെ സഭാവിശ്വാസികൾ തമ്മിൽ സ്നേഹവും ഐക്യവും പരസ്പരം കരുതലും സഹോദരപ്രീതിയും നിലനിർത്തണം. ആത്മീയ കാര്യത്തിൽ വളർന്നുകൊണ്ടിരിക്കണം. സഭ ആരാധനാലയവും പ്രാർത്ഥനാലയവുമായിരിക്കണം. സഭ നിത്യജീവനായി ഒരുക്കപ്പെട്ട സ്ഥലമാണ്. സഭ കൂടി വരുമ്പോൾ ഭിന്നതയും ഭിന്നാഭിപ്രായങ്ങളും പാടില്ല. ഏക അഭിപ്രായത്തിൽ സകലവും സഫലമാക്കണം. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരാകണം. സഭ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.